Dear students, we have studied about Renaissance in the last class. Here we can see changes as a result of Renaissance. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിനൈസൻസ് അഥവാ നവോത്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. ഈ ഒരു ടേബിളിൽ നമുക്ക് മധ്യകാലഘട്ടത്തിലും ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ പീരീഡ് മധ്യകാലഘട്ടത്തിലും 13ാം നൂറ്റാണ്ടിലും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് താരതമ്യം ചെയ്യാം. ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ പീരീഡ്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഈസ് ഫോക്കസ്ഡ് ഓൺ റിലീജിയൻ. കലയും സാഹിത്യവും മതചിന്തകളെ കേന്ദ്രീകരിച്ചായിരുന്നു. They were written Greek and Latin languages. ഇവയെല്ലാം എഴുതപ്പെട്ടിരുന്നത് പൗരാണിക ഭാഷകളായിരുന്ന ഗ്രീക്കിലും ലാറ്റിനിലുമായിരുന്നു. Then changes during the end of 13th century when Renaissance started. നവോത്ഥാനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? Art and literature focused on humanism. കലയും സാഹിത്യവും മാനവികത അല്ലെങ്കിൽ മനുഷ്യ ചിന്തകളെ കേന്ദ്രീകരിച്ചുള്ളതായി മാറി. The texts written in regional languages, English, Spanish and French. ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകൾക്ക് പകരം രചനകൾ സാധാരണക്കാരുടെ ഭാഷയായ ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലുമായി മാറി. It promoted the spirit of enquiry and reasoning. ഇത് അന്വേഷണത്വരയ്ക്കും അല്ലെങ്കിൽ അന്വേഷണത്തിനും അതുപോലെ യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകുന്നതായി മാറി. Read the table carefully. ഈ ടേബിള് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുക. We can recollect what is Renaissance. A new awakening in all spheres of human life. Art, architecture, literature and science became visible in Europe and it is known as the Renaissance. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലുമുണ്ടായ ഉണർവിനെയാണ് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. എ ന്യൂ അവേക്കനിങ്, മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും സമസ്ത മേഖലകളിലുമുണ്ടായ ഉയർത്തെഴുന്നേൽപ്പിനെ അല്ലെങ്കിൽ മാറ്റത്തിനെയാണ് നവോത്ഥാനം എന്ന് നാം വിശേഷിപ്പിച്ചത്. എന്തെല്ലാമായിരുന്നു നവോത്ഥാനത്തിന്റെ പ്രത്യേകതകൾ? Features or new concept after Renaissance. Humanism, rationalism, spirit of enquiry, growth of regional languages. മാനവികത, യുക്തിചിന്ത, അന്വേഷണാത്മകത, സാധാരണക്കാരുടെ ഭാഷയിലുള്ള വളർച്ച. ഹ്യൂമാനിസം, മാനവികത. രാഷണലിസം, യുക്തിചിന്ത. സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണത്വര അല്ലെങ്കിൽ അന്വേഷണാത്മക കാഴ്ചപ്പാടുകൾ. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, സാധാരണക്കാരുടെ ഭാഷയിലേക്കുള്ള വളർച്ച. Now we can examine the growth of Renaissance in the field of literature. In the textbook we can see some pictures about Petrarch, Dante, Boccaccio, Don Quixote, Erasmus. Petrarch was one of the eminent writers of the Renaissance period. He is known as the father of Renaissance. The magnum opus of Petrarch is Secretum. Petrarch was one of the eminent writers of Renaissance period. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. He is known as the father of Renaissance. നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. The magnum opus of Petrarch is Secretum. അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ കൃതിയാണ് Secretum. Petrarch is known as the father of Renaissance. His famous writing is Secretum. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ്
പെട്രാർക്ക്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് സീക്രട്ടം. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ഫ്രാൻസിസ്കോ പെട്രാർക്ക്. പാഠഭാഗത്ത് നാം പരിചയപ്പെടുന്ന സീക്രട്ടം എന്ന കൃതിയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതി ലോറ എന്ന ഗീതകമാണ്. നെക്സ്റ്റ്, ഡാന്റേ ദ ഡിവൈൻ കോമഡി. ഡാന്റേയുടെ അതിപ്രശസ്തമായ ഡിവൈൻ കോമഡി 3 ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ആദ്യ പേര് കോമഡി എന്നായിരുന്നു. ദൈവികം എന്ന പദം കൂടി ചേർന്നാണ് ഡിവൈൻ കോമഡിയായി മാറിയത്. നരകം, ശുദ്ധീകരണം, സ്ഥലം, സ്വർഗം എന്നീ 3 വിഷയങ്ങളിലൂടെ നവോത്ഥാന കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഈ കൃതിയിലൂടെ പരിചയപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ബൊക്കാച്ചിയോ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ദ ഡെക്കാമറൻ സ്റ്റോറീസ്. പെട്രാർക്കിന്റെ സന്തത സഹചാരിയായിരുന്നു അല്ലെങ്കിൽ കൂട്ടുകാരനായിരുന്നു ബൊക്കാച്ചിയോ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന എന്ന അർത്ഥം വരുന്ന ഡെക്കാമറൻ എന്ന വാക്കിൽ നിന്നാണ് ഈ കഥയ്ക്ക് പേര് വന്നത്. 1847 മുതൽ 49 വരെ യൂറോപ്പിൽ ആകമാനം പടർന്നു പിടിച്ച പ്ലേഗ് ബാധയാണ് ഇതിന്റെ പ്രമേയം. ഫ്ലോറൻസിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാനായി പലായനം ചെയ്ത 7 യുവാക്കന്മാരും 3 യുവതികളുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മറ്റൊരു വ്യക്തിയാണ് സർവാന്റേ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ഡോൺ ക്വിക്സോട്ട്. സ്പാനിഷ് സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി എന്നാണ് ഡോൺ ക്വിക്സോട്ട് അറിയപ്പെടുന്നത്. സ്പാനിഷ് സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി എന്നാണ് ഡോൺ ക്വിക്സോട്ട് അറിയപ്പെടുന്നത്. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറാസ്മസിന്റെ പ്രശസ്തമായ കൃതിയാണ് നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെടുന്ന ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഡച്ച് സാഹിത്യകാരനായ ഇദ്ദേഹം മാനവികതാവാദികളുടെ ഹ്യൂമാനിസം രാജാവ്, മാനവികതാവാദികളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ദോഷത്തിന്റെ സ്തുതി എന്നാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന വാക്കിന്റെ അർത്ഥം. നവോത്ഥാനം സാഹിത്യ രംഗത്തുണ്ടാക്കിയ പ്രശസ്തമായ കൃതികളും അവരുടെ കൃതികളുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. Now we can study about Renaissance in arts. നവോത്ഥാനം കലാരംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. Renaissance in arts. Renaissance period was most pronounced in painting. Leonardo da Vinci was one of the great painters of the period. The Mona Lisa and the Last Supper are his famous paintings. നവോത്ഥാനം കലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ചിത്രകലയിലായിരുന്നു. അതിൽ അതിപ്രശസ്തനായ ചിത്രകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ചിത്രമാണ് ദ മൊണാലിസ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ അതിപ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ. നവോത്ഥാനം കലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് ചിത്രകലയിലായിരുന്നു. അതിലെ അതിപ്രശസ്തനായ ചിത്രകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് മൊണാലിസ നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെടുന്നത്. Let's read about Mona Lisa. The Mona Lisa is a famous painting of the Renaissance period. Mona Lisa നവോത്ഥാന കാലത്തിലെ അതിപ്രശസ്തമായ ഒരു പെയിന്റിംഗ് ആണ്. The mysterious smile of Mona Lisa has led much discussion and debates. മൊണാലിസയുടെ മുഖത്ത് കാണുന്ന ഭാവത്തെക്കുറിച്ച് ഇന്നും ചിന്തകന്മാരുടെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി, one of the famous artists of the Renaissance period, completed his painting between AD 1503 and 1505. 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത് എന്ന് കരുതപ്പെടുന്നു. It is preserved in the Paris Museum. ഇന്ന് ഇത് പാരീസിലെ ഒരു മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ നമുക്ക് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം. നെക്സ്റ്റ്, ദ ലാസ്റ്റ് സപ്പർ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ മറ്റൊരു ചിത്രവും നമുക്ക് ഈ പാഠഭാഗത്ത് കാണാം. ലാസ്റ്റ് സപ്പർ. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന ക്രിസ്തു പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണ് ഈ ചിത്രത്തിൽ. ആഹാരത്തിലേക്ക് നീട്ടിയ കൈ പിൻവലിക്കുന്ന യൂദായും പത്രോസും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇത് ഞാനല്ല എന്ന് നീ അറിയുന്നതിലൂടെ എന്ന് പറയുന്ന ഫിലിപ്പ് എന്നിവരും ചിത്രത്തിൽ പ്രധാനമായും കാണാം. ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അന്ത്യ തിരുവത്താഴം ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റൊരു കൃതിയാണ്, മറ്റൊരു ചിത്രരചനയാണ്. മറ്റൊന്നാണ് റാഫേലിന്റെ സ്കൂൾ ഓഫ് ആഥൻസ്. റാഫേലിന്റെ സ്കൂൾ ഓഫ് ആഥൻസ്, ആഥൻസിലെ വിദ്യാലയം. We can see another famous painting here of Michelangelo, The Last Judgment. മൈക്കലാഞ്ചലോയുടെ അന്ത്യവിധി എന്ന പ്രശസ്തമായ മറ്റൊരു ചിത്രവും നമുക്ക് പാഠഭാഗത്ത് കാണാം. ഈ ചിത്രം പാഠഭാഗത്ത് കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അന്ത്യവിധി എന്ന് പറയുന്ന അനവധി ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് പാഠഭാഗത്തുള്ളത്. അതിന്റെ മറ്റൊരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്രിസ്തുമത വിശ്വാസപ്രകാരം ലോകാവസാനം ദൈവം പ്രഖ്യാപിക്കുന്ന വിധിയാണ് അന്ത്യവിധി. ക്രിസ്തുമത വിശ്വാസപ്രകാരം ലോകാവസാനത്തിൽ ദൈവം പ്രഖ്യാപിക്കുന്ന അന്ത്യവിധിയെ കുറിച്ചാണ്, അന്ത്യവിധിയുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. The excellence in art was not limited to painting. In course of time, sublime works were created in the field of architecture, sculpture, and music. The prominent sculptors and architects and their works can be identified from the following pictures. ചിത്രകലയിൽ മാത്രമല്ല മറ്റു കലാരംഗങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. The excellence in art was not limited to painting. ചിത്രകലയിൽ മാത്രമല്ല മറ്റു കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി. In course of time, sublime works were created in the field of architecture, ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം, ആർക്കിടെക്ചർ, സ്കൾപ്ചർ ആൻഡ് മ്യൂസിക്. ചിത്രകലയിൽ മാത്രമല്ല ശില്പവിദ്യയിലും വാസ്തുവിദ്യയിലും സംഗീതത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. The prominent sculptors and architects and their works can be identified from the following pictures. ഈ ചിത്രങ്ങളിൽ നിന്ന് ആ കാലഘട്ടത്തിലെ അതിപ്രശസ്തമായ ചില നിർമ്മാണങ്ങൾ നമുക്ക് കാണാം. ലോറൻസോ ഗിബർട്ടിയുടെ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ പള്ളിയുടെ വാതിൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ നമുക്ക് പാഠഭാഗത്തിന്റെ അവസാനത്തിൽ കാണാവുന്നതാണ്. അതുപോലെ ഡൊനാറ്റെലോയുടെ ഗട്ട മെലേറ്റ. Examine these pictures and fill out the names of Renaissance artists and their notable works and respective fields. കലകൾ, സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട കല, വാസ്തുവിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് മുകളിൽ താഴെ തന്നിരിക്കുന്നത്. ഇത് പാഠഭാഗം വായിച്ചു നോക്കി പൂരിപ്പിക്കുക. ആദ്യ കള്ളിയിലെ ചിത്രകാരന്മാര് അല്ലെങ്കിൽ വാസ്തുവിദ്യ, ശില്പവിദ്യ ഇതുമായി ബന്ധപ്പെട്ടവരുടെ പേരുകളാണ് എഴുതേണ്ടത്. രണ്ടാമത്തേതില് അവരുടെ പ്രശസ്തമായ വർക്കുകൾ. മൂന്നാമത്തേതിൽ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം പാഠഭാഗത്തിൽ തന്നെ തന്നിട്ടുണ്ട്. Now we can examine the growth of
science in the field of Renaissance. റിനൈസൻസിന്റെ ഫലമായി ഉണ്ടായ മാറ്റം നമുക്ക് പരിചയപ്പെടാം. You have learned that sun is the center of solar system and all planets including earth revolve around it. Haven't you? സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും അതിനെ വലം വയ്ക്കുകയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. But formerly it was believed that earth was the center of the universe. പഴയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ വിശ്വസിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മതപരമായ ആശയം തന്നെയായിരുന്നു. ക്രിസ്തുമത വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ചിന്തകൾ പ്രകാരം പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്നാണ് ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. In the Renaissance period, this belief was proven false. നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ചിന്താഗതി തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടു. Copernicus propounded the theory of solar system and announced that the earth revolves round the sun. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സൗരയൂഥ സിദ്ധാന്തം, അതായത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് ആധികാരികമായി തെളിയിച്ച വ്യക്തിയാണ് കോപ്പർനിക്കസ്. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തമാണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. Later, Galileo Galilei invented the telescope and using it, he scientifically proved that the theory put forward by Copernicus was true. Later, Galileo Galilei invented the telescope. Galileo Galilei invented the telescope. Galileo Galilei telescope കണ്ടുപിടിച്ചു and using it he scientifically proved that the theory put forward by Copernicus was true. പിൽക്കാലഘട്ടത്തിൽ ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് കണ്ടുപിടിക്കുകയും കോപ്പർനിക്കസിന്റെ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥ സിദ്ധാന്തം ശരിയാണ് എന്ന് ശാസ്ത്രീയമായി ഇതിന്റെ സഹായത്തോടുകൂടി തെളിയിക്കുകയും ചെയ്തു. അതായത് സൗരയൂഥ സിദ്ധാന്തം കോപ്പർനിക്കസ് ആവിഷ്കരിച്ചപ്പോൾ അത് വിശ്വസിക്കാൻ ആ കാലഘട്ടത്തിലെ മതവിശ്വാസങ്ങൾക്കോ ജനതയ്ക്കോ ഭരണാധികാരികൾക്കോ വിശ്വാസമില്ലായിരുന്നു. കാരണം അത് മതപരമായ വിശ്വാസത്തിന് എതിരായിരുന്നു. എന്നാൽ ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് കണ്ടുപിടിച്ച് കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതോടുകൂടി സൗരയൂഥ സിദ്ധാന്തം ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കൈവന്നു. It became easier to propagate the Renaissance ideas widely among the masses with the invention of printing press by Gutenberg. When Gutenberg invented printing press, Gutenberg അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾ ഇന്ന് കാണുന്ന അച്ചടി യന്ത്രമൊന്നുമല്ല, അതിന്റെ പഴയ കാലത്തെ ഒരു അച്ചടി യന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോവും നമുക്ക് കാണാം. ഇത്തരത്തിൽ അച്ചടി യന്ത്രം ഗുട്ടൻബർഗ് കണ്ടുപിടിച്ചപ്പോൾ കോപ്പർനിക്കസ് കൊണ്ടുവന്ന സൗരയൂഥ സിദ്ധാന്തവും അതിനെ ശാസ്ത്രീയമായി തെളിയിച്ച ഗലീലിയോ ഗലീലിയുടെ ടെലസ്കോപ്പും
ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തു. അതോടുകൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനപ്പെട്ടവ ജനങ്ങളിലേക്ക് എത്തുകയും മതപരമായ വിശ്വാസങ്ങളെക്കാൾ അധികം ശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള തെളിവുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന നവോത്ഥാന ചിന്താഗതി അല്ലെങ്കിൽ യുക്തിചിന്ത ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും അതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. The story of printing press. The printing press was invented by a German blacksmith, Johannes Gutenberg, in 1439. 1439 ജർമ്മൻകാരനായ ജോഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. It was made of replaceable wooden alphabets. The invention of printing created a new reading culture. This resulted the revolutionary changes in the diffusion of knowledge. Gradually, the technology spread to other continents. The invention of printing press created a new reading culture. 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത്. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്സ്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഈ യന്ത്രം നിർമ്മിച്ചത്. The invention of printing created a new reading culture. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ ഒരു പുതിയ ലോകം തന്നെ തുറന്നു. This resulted in revolutionary changes in the diffusion of knowledge. നവോത്ഥാന കാലഘട്ടത്തിലെ ആശയവിനിമയത്തില് ഇത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെ വരുത്തി. അതായത് ഏത് കണ്ടുപിടുത്തമായാലും ഏത് ആശയമാണെങ്കിലും ഇത് അച്ചടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പ്രസിദ്ധീകരിക്കുക എന്ന തന്ത്രം അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതോടുകൂടി ആശയവിനിമയത്തിന് അല്ലെങ്കിൽ വിവര ശേഖരണത്തിന് ഇത് വലിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വലിയ ഉണർവ് സൃഷ്ടിച്ചു. ചേഞ്ചസ് ഇൻ ദ gradually the technology spread to other continents. വലിയ താമസമില്ലാതെ ഇത് മറ്റു വൻകരകളിലേക്കും ഈ വിജ്ഞാന ശാഖ എത്തപ്പെട്ടു. Now we can discuss about the Reformation. നമുക്കിനി നവോത്ഥാനം സൃഷ്ടിച്ച മറ്റൊരു മേഖലയാണ് മതനവീകരണം. മതനവീകരണം എന്ന ആശയം പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു യൂറോപ്പിലെ ജനത മതപരമായ ആശയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഓർത്തഡോക്സ് അല്ലെങ്കിൽ പരമ്പരാഗത ചിന്താഗതികളും പരമ്പരാഗത വിശ്വാസങ്ങളിലും മാത്രം അടിയുറച്ചു നിന്നിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു യൂറോപ്പിലെ ജനത. നവോത്ഥാനത്തിന്റെ ഫലമായി ഈ മേഖലയിൽ എന്താണ് മാറ്റമുണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ദ റിഫർമേഷൻ, മത നവീകരണം. തലക്കെട്ടിൽ പറയുന്നത് പോലെ മതങ്ങളിലുണ്ടായ നവീകരണം, മാറ്റം, പുത്തനുണർവ്, അത് തന്നെയാണ് മതനവീകരണം. The Renaissance had say in the religious sphere also. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. നവോത്ഥാനം ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളെ പോലെ മതരംഗത്തും മാറ്റങ്ങൾ വരുത്തി. The refinement underwent by the European Christianity in the 16th century is known as Reformation. യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു.
the refinement underwent in by the European Christianity in the 16th century is known as Reformation. എന്താണ് മതനവീകരണം? 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. അതായത് പരമ്പരാഗതമായ മതവിശ്വാസങ്ങൾക്ക് പകരം ശാസ്ത്രരംഗത്തും സാഹിത്യരംഗത്തും മറ്റു മേഖലകളിലും ഉണ്ടായ വളർച്ചയുടെ ഫലമായി മതപരമായ ആശയങ്ങളെ, മതപരമായ ചിന്താഗതികളെ യുക്തി ചിന്തയോടുകൂടി വീക്ഷിക്കുകയും അതിലെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു ചിന്താഗതി വളർന്നു വന്നു. ഇതിനെയാണ് മതനവീകരണം എന്ന് പറയപ്പെടുന്നത്. അതായത് മതങ്ങളിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അവയ്ക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്തു. മാർട്ടിൻ ലൂതർ led this movement which began in Germany. മാർട്ടിൻ ലൂതർ ജർമ്മനിയിലാണ് ഈ മതനവീകരണത്തിന് തുടക്കം കുറിച്ചത്. അല്ലെങ്കിൽ മതനവീകരണത്തിന് തുടക്കം കുറിച്ച രാജ്യം ജർമ്മനിയും ഇതിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതറുമായിരുന്നു. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതറും ഇത് ആരംഭിച്ചത് ജർമ്മനിയിലുമാണ്. ഒന്നുകൂടി നമുക്ക് മതനവീകരണം എന്താണെന്ന് പഠിക്കാം. The refinement underwent by the European Christianity in the 16th century is known as Reformation. യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണം, 16-ാം നൂറ്റാണ്ടിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ആരംഭിച്ചത് it began in Germany. മാർട്ടിൻ ലൂതർ led this movement. മാർട്ടിൻ ലൂതർ ആണ് ഇതിന് തുടക്കം കുറിച്ചത്. In search of sea roots. Next, in search of sea roots. We have seen that the Turks had conquered Constantinople. നമ്മള് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി എന്ന് പഠിച്ചു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതിന്റെ ഫലങ്ങളും നമ്മൾ കണ്ടു. യൂറോപ്പിലേക്ക്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കോ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കോ എത്താനുള്ള ഒരേ ഒരു കരമാർഗമായ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താംബുൾ, ആ മാർഗം തടസ്സപ്പെട്ടു. ദിസ് dismantled the trade relation between Europe and Asia. ഏഷ്യയും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ കച്ചവടത്തിന് ഇത് തടസ്സം സൃഷ്ടിച്ചു. അതായത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും കരമാർഗം സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഇത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി ഇതിന് തടസ്സങ്ങൾ നേരിട്ടു. അവരുടെ കച്ചവടം തടസ്സപ്പെട്ടു. ഏതെല്ലാം യൂറോപ്യൻ സഞ്ചാരികളാണ് ഇവിടെ എത്തിയത് എന്ന്, എന്തുകൊണ്ട് എത്തി എന്നും നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ പഠിക്കാം. It necessitated the European traders to discover new sea routes to Asia. ഇത് യൂറോപ്യന്മാരെ പുതിയ വ്യാപാര മാർഗങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് എത്താനുള്ള കരമാർഗമുള്ള സഞ്ചാരമാർഗം തടസ്സപ്പെട്ടു. ഇത് അവരുടെ വ്യാപാരങ്ങൾക്ക് തടസ്സമായപ്പോൾ പുതിയ വഴികൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. ഈ വഴികൾക്ക് വാണിജ്യപാത എന്നാണ് പറയപ്പെടുന്നത്. വലിയ ക്ലാസ്സുകളിൽ എത്തിയാൽ നമുക്ക് പുതിയ പുതിയ വാക്കുകൾ കേൾക്കാം. വാണിജ്യപാത, വാണിജ്യവാദം എന്നെല്ലാം നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് വാണിജ്യപാത എന്ന് പറയാൻ കാരണം? വഴി എന്നല്ല പറയുന്നത്. കച്ചവടക്കാര് സഞ്ചരിച്ചിരുന്ന, പഴയ കാലത്ത് ഇന്നത്തെ പോലെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന കാലമൊന്നും അല്ല അന്ന്. സാഹസികരായ യൂറോപ്യന്മാര് അല്ലെങ്കിൽ മറ്റു രാജ്യക്കാര് കച്ചവട ആവശ്യത്തിന് വേണ്ടി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകും.
അത്തരത്തിൽ വ്യാപാരികൾ സഞ്ചരിച്ചിരുന്ന വഴിയായതുകൊണ്ട് തന്നെയാണ് അതിന് വാണിജ്യപാത എന്ന് പറയുന്നത്. മറ്റൊരു വാക്ക് നമ്മൾ നേരത്തെ കേട്ടു, വാണിജ്യവാദം. വാദം എന്ന് പറഞ്ഞാൽ കാറ്റ്. കടൽ വഴിയാണ് പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയത്. യാത്രക്കാര് പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയത് കടൽ വഴിയാണ്. അത്തരത്തിൽ വ്യാപാരികളെ സഹായിക്കുന്ന വാദങ്ങൾ, കാറ്റുകൾ, പായ്ക്കപ്പലില് യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് വ്യാപാരികൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് എത്താൻ സഹായിക്കുന്ന കാറ്റിന്റെ ഗതി ഉള്ള സ്ഥലങ്ങളെയാണ് വ്യാപാര അല്ലെ വാണിജ്യവാദങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. അതെന്തോ ആയിക്കോട്ടെ. The invention of the compass and the spirit of adventure uncovered unknown routes, oceans and continents. വടക്കു നോക്കി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും. The invention of compass, വടക്കു നോക്കി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം, and the spirit of adventure, സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. അടുത്ത പാഠഭാഗത്തിൽ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് കാരണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തായാലും ആദ്യമായി നമ്മുടെ രാജ്യത്തെത്തിയ യൂറോപ്യനായ പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയുടെ വരവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ദൃശ്യവും നമുക്ക് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തിൽ കാണാം. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം. The Renaissance in the field of science led to the invention of new machines which brought about immense change in the field of production. നവോത്ഥാനത്തെ തുടർന്ന് Renaissance in the field of science, ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി. Renaissance in the field of science, നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി. Led to the invention of new machines, പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി. Led to the invention of new machines, പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. Which brought about immense changes. ഈ യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത്, immense changes in the field of production, ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. Renaissance in the field of science led to the invention of new machines. നവോത്ഥാനം ശാസ്ത്രരംഗത്തുണ്ടാക്കിയ പുരോഗതിയുടെ ഫലമായി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമുണ്ടായി. ഇത് ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. കോൺസിക്വന്റ്ലി, തൽഫലമായി ഇത്തരത്തിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനം ആരംഭിച്ചപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, ഉൽപാദനം വർദ്ധിച്ചു. while the cost of production decreased. The production increased. ഉൽപാദനം വർദ്ധിച്ചു. വ്യവസായ വിപ്ലവം ആരംഭിച്ചപ്പോൾ ഉൽപാദനം വർദ്ധിച്ചു. while the cost of production decreased. ഉൽപാദന ചിലവ് കുറഞ്ഞു. എന്താണ് വ്യവസായ വിപ്ലവത്തിന്റെ പ്രധാന ഫലം? പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, ഉൽപാദനം വർദ്ധിച്ചു. The cost of production decreased. ഉൽപാദന ചിലവ് കുറഞ്ഞു. Such changes in the field of production ensured in the Industrial Revolution. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് Renaissance in the field of science led to the invention of new machines
which brought about immense changes in the field of production. നവോത്ഥാനം ശാസ്ത്രരംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളുടെ ഫലമായി പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും അത് ഉൽപാദന രംഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഉൽപാദനം വർദ്ധിക്കാനും ഉൽപാദന ചെലവ് കുറയ്ക്കാനും കാരണമായി. ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം എന്ന് നമുക്ക് വിളിക്കാം. It began in England and revolutionized production and trade. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നവോത്ഥാനത്തെ തുടർന്ന് വ്യവസായ രംഗത്തുണ്ടായ ചില നവോത്ഥാനത്തെ തുടർന്ന് വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ ചില യന്ത്രങ്ങളെ നമുക്ക് പാഠഭാഗത്ത് പരിചയപ്പെടാം. സ്പിന്നിംഗ് ജെന്നി, സ്റ്റീം എൻജിൻ, കൂടാതെ ചില പുതിയ വാക്കുകൾ കൂടി നമുക്ക് കാണാം. ഫ്ലൈയിങ് ഷട്ടിൽ, സ്റ്റീം എൻജിൻ, ലോക്കോമോട്ടീവ്. ഇവ കണ്ടുപിടിച്ച വ്യക്തികളെയും നമുക്ക് ക്രമത്തിലല്ല പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, അതിനെ ക്രമപ്പെടുത്തി നമുക്ക് ക്രമത്തിലാക്കി നമുക്ക് പഠിക്കാം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോവും നമുക്ക് കാണാം.